മണപ്പുള്ളിക്കാവ് വേലയോടനുബന്ധിച്ച പടിഞ്ഞാറ് യാക്കര വേലക്കമ്മിറ്റി യാക്കര വിശ്വേശ്വര ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി. 5000-ഓളം ഭക്തജനങ്ങൾ അന്നദാനത്തിൽ പങ്കെടുത്തു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ അന്നദാനമുണ്ടായിരുന്നു. വേല കൺവീനർ രാജൻ TMT, പ്രസിഡന്റ് അനീഷ് MJ, സെക്രട്ടറി തുളസിദാസ്, ട്രഷറർ അനന്തകൃഷ്ണൻ, വേല കോർഡിനേറ്റർമാരായ സുനീഷ് സുന്ദരൻ, മനോജ് വാസു, സുബിൻസൺ, സിനോജ്, അഖിൽ തുടങ്ങി എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് അന്നദാനത്തിന് നേതൃത്വം നൽകി. അന്നദാനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പ് കൂപ്പൺ വെച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അനീഷ് MJ പറഞ്ഞു. ശ്രീ മണപ്പുള്ളി ഭഗവതി വേല പടിഞ്ഞാറ് യാക്കരദേശത്തിൻ്റെ 2025 വർഷത്തിൽ ഞങ്ങൾ അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിലുള്ള ഈ അന്നദാന ചടങ്ങിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ദേശസ്നേഹികളെയും വിശ്വാസികളെയും ഇതിലൂടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അന്നദാന കൂപ്പൺ ഒരു നറുക്കെടുപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. അന്നദാന കൂപ്പൺ എടുക്കുന്ന ആളുകൾക്ക് 1ാം സമ്മാനം കാറ്, 2ാം സമ്മാനം സ്കൂട്ടർ, 3ാം സമ്മാനം ഗോൾഡ് കോയിൻ. ഇതിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രശസ്ത സിനിമാ താരം വിനീത് ശ്രീനിവാസ് നയിക്കുന്ന ഗാനമേളയിൽ വിനീത് ശ്രീനിവാസാണ് ഈ വിജയി പ്രഖ്യാപിക്കുന്നത്. ഇന്ന് വൈകുന്നേരം എല്ലാവരും ഈ പരിപാടി കാണാൻ എത്തണം. പടിഞ്ഞാറ് യാക്കര ദേശവേല കമ്മിറ്റിക്ക് വേണ്ടി അനീഷ്. താങ്ക് യു.